പൂഞ്ചിൽ ഷെൽ ആക്രമണം നടന്ന മേഖല മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആക്രമണത്തിൽ പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഇപ്പോൾ എവിടെയാണ് ജിഷ്ണു നിൽക്കുന്നത്? എന്തായാലും നേരത്തെയുള്ള ബുള്ളറ്റിനുകളിൽ ഈ ഷെല്ലാക്രമണം നടന്ന മേഖലകൾ, അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത്? പൂർവ്വസ്ഥിതി ഇപ്പോൾ കൈവരിച്ചോ? ജനജീവിതം അത് സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഞാനിപ്പോഴുള്ളത് പൂഞ്ചിൽ തന്നെയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ പൂഞ്ചിൽ ഈ ഷെൽ ആക്രമണം നടന്ന മേഖലകൾ സന്ദർശിച്ചിരുന്നു. അവിടെയും ഈ അപകടം പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെട്ട മേഖലകൾ നമ്മൾ നേരിട്ട് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇപ്പോഴും പൂഞ്ച് ഒരു സാധാരണ ഗതിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഈ ഒരു ഷെല്ലാക്രമണത്തിൻ്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആളുകളോട് ഇവിടെ നിന്ന് മാറിപ്പോവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അത്തരത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് വലിയൊരു ആളപായം അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ പൂഞ്ച് മേഖല പോകാതിരുന്നത്. കാരണം പല കെട്ടിടങ്ങളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. വീടുകളിൽ നിന്ന് ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു, ബങ്കറുകളിലേക്ക് മാറിയിരുന്നു. കൂടാതെ ഇത്തരത്തിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു, സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. ആളുകളോട് പരമാവധി മാറിപ്പോവാൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് വലിയ ആളപായമില്ലാത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാഗും മറ്റ് സാധനങ്ങളും എല്ലാമായി പോയ ആളുകൾ തിരിച്ച് പൂഞ്ച് മേഖലയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഈ വിജനമായി കിടക്കുന്ന പൂഞ്ച് മേഖലയിലെ പൂഞ്ച് ഹൃദയഭാഗത്തെ പൂഞ്ച് സിറ്റിയിലെ ബസ് സ്റ്റാൻഡൊപ്പം മറ്റ് പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന മേഖലയാണിത്. ഇവിടെ നേരത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഈ മേഖല എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ പൂർണ്ണമായും ട്രാഫിക് ജാം ഉണ്ടാകുന്ന പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായി വിജനമായി കിടക്കുന്നതിന് കാരണം ആളുകളെല്ലാം തന്നെ ജമ്മുവിലേക്കും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കുമെല്ലാം മാറിപ്പോയി എന്നുള്ളതാണ്. അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി, പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുമുള്ള ഈ പ്രകോപനമോ ഷെല്ലാക്രമണമോ വെടിവെപ്പോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന പൂഞ്ചിലെ ഈ മേഖല നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം അകലെയാണ്. മുൻപ് ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അതിർത്തി മേഖലകളിൽ ചില വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത് 99-ന് ശേഷം ആദ്യമായാണ് ഈ നഗരമേഖലയിലേക്ക് ഇത്തരത്തിൽ ഷെല്ലാക്രമണവും വെടിവെപ്പും ഉണ്ടായത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ മലമുകൾക്കപ്പുറത്താണ് പാകിസ്ഥാൻ അതിർത്തി എന്നാണ് ഇവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷെല്ലാക്രമണം നടന്നിട്ടുള്ളതും ആ മലകൾക്കപ്പുറത്തു നിന്നാണ്. ഡ്രോൺ വന്നിട്ടുള്ളതും ആ മലകൾക്കപ്പുറത്താണ്. ഈ മലയ്ക്ക് മുകളിൽ വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ സൈനിക ഔട്ട് പോസ്റ്റുകളുണ്ട്. ആ ബങ്കറുകൾക്ക് നേരെ മുൻകാലങ്ങളിലും വെടിനിർത്തൽ ധാരണ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പ് പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ പൂഞ്ച് മേഖലയിലേക്ക് പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലെ ഭീകര ശക്തികൾക്കും ഭീകരവാദ ക്യാമ്പുകൾക്കും പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തിയപ്പോൾ പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് ഭാരതത്തിനകത്തെ ജനവാസ മേഖലകളെ ആക്രമിക്കാനായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൂഞ്ചിലും രജൌരിയിലും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ വളരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഷെൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയത്. അതിന് ഒരു ഷെല്ലിന് 10 or 100 ഷെൽ എന്നുള്ള രീതിയിലും മിസൈലുകൾ എന്ന രീതിയിലുമുള്ള മറുപടിയും ഭാരതം നൽകി. കാരണം ഡ്രോൺ ആക്രമണത്തെ വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കും. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മലയ്ക്ക് അപ്പുറത്തു നിന്ന് ഷെല്ലുകൾ ഭാരതത്തിലേക്ക് വർഷിക്കുമ്പോൾ അത് വന്നു വീണ് അപകടമുണ്ടാകുമ്പോൾ ആളുകളെ മാറ്റി നിർത്തി ആളപായം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിരോധ രീതി. അത് പരമാവധി ശ്രമിച്ചുവെങ്കിൽ പോലും ഇവിടെ നമുക്ക് 16 ജീവനുകൾ നഷ്ടമായി. 5 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 8 സ്ത്രീകൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതായത് നേരത്തെ ഞാൻ പോയൊരു സ്ഥലം എന്നുള്ളത് ഒരു വീട്ടിലെ ഇരട്ട കുട്ടികളാണ്. അവർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടുത്തെ പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന ആ ക്രൈസ്റ്റ് സ്കൂൾ അധികൃതരുമായി നമ്മൾ സംസാരിച്ചു. അതിൽ വാർത്തകളിൽ മലയാളം മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള വാർത്തകളിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ളത് അവർ പറയുകയും ചെയ്തു. അതായത് ക്രൈസ്റ്റ് സ്കൂളിന് ചെറിയ ഷെല്ലാക്രമണം നടന്നുവെങ്കിൽ പോലും ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത് വീടുകൾക്ക് സമീപമാണ്. അന്ന് സ്കൂളിന് പൂർണ്ണമായും അവധി നൽകിയിരുന്നു. കുട്ടികൾ ആരും തന്നെ സ്കൂളിലില്ലായിരുന്നു. ഈ 2 കുട്ടികൾ, ഒരു വീട്ടിലെ ഇരട്ട കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഈ അക്രമം ഉണ്ടായപ്പോൾ കുടുംബത്തോടൊപ്പം പുറത്ത് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ പോകുമ്പോഴാണ്
ഇന്നലെയാണ് വീടിനടുത്ത് ഈ ഗല്ലിയിൽ വെച്ച് ഷെല്ല് സമീപം പൊട്ടിത്തെറിക്കുകയും ആ ഷെല്ലിൻ്റെ ചീളുകൾ ശരീരത്തിൽ പതിച്ചുകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലാണ് 16 ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത്. കൂടാതെ രാജ്യത്തിനൊരു ധീര സൈനികനെയും നഷ്ടമായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി അതിന് നൽകാനും സാധിച്ചിട്ടുണ്ട്. പൂഞ്ച് രജൌരി മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി മിസൈലുകളും ഷെല്ലുകളും വെടിവെപ്പുമായി ഈ മേഖലകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം പാകിസ്ഥാനിൽ വളരെ കൃത്യമായി പാകിസ്ഥാന്റെ വ്യോമതാവളം ഉൾപ്പെടെ അടിച്ചു തകർത്തുകൊണ്ടാണ് ഈ പ്രകോപനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനെടുത്തുകൊണ്ട് ഭാരതത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ചുട്ട മറുപടി ഭാരതം നൽകിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഇന്നലെ രാത്രി മുതൽ ഈ മേഖല ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചിൽ നിന്ന് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോയ ആളുകൾ തിരിച്ചെത്തുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ പ്രദേശം സന്ദർശിച്ചു. എവിടെയെല്ലാം ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്, ഒപ്പം കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ സന്ദർശിച്ചു, അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ചു, പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ നിലവിൽ ഈ വീടുകളിൽ എത്തിക്കൊണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണ്. അത് സംബന്ധിച്ചൊരു ധനസഹായവും അവർക്ക് അടിയന്തര സഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് വളരെ കൃത്യമായി പാകിസ്ഥാൻ എന്തിന് ജനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ അക്രമം നടത്തി എന്നുള്ളതാണ്. ഒപ്പം എല്ലാവരും എടുത്തു പറയുന്നത് ഭാരതത്തിൻ്റെ സൈന്യം അവരെ സ്വന്തം സഹോദരന്മാരെ പോലെ ചേർത്ത് പിടിച്ചു, അവരുടെ ബങ്കറുകളിലേക്ക് ഉടനടി മാറ്റി. പിന്നീട് പുലർച്ചെയായപ്പോൾ അല്ലെങ്കിൽ രാവിലെ ആയപ്പോൾ അവരെ മറ്റ് സുരക്ഷിത മേഖലകളിലേക്ക് സുറാൻകോട്ടിലെയും ഒപ്പം ഈ പൂഞ്ച് മേഖലയ്ക്ക് അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കും അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നൽകിക്കൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യം അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ, പൂഞ്ചിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പെഹൽഗാമിന് ഒരു കനത്ത മറുപടി ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകി. പക്ഷേ സിന്ദൂർ ഭീകരവാദികളുടെ ക്യാമ്പുകളാണ് തകർത്തതെങ്കിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പൂഞ്ചിലുൾപ്പെടെ ആക്രമണം നടന്നിട്ടുള്ളത്. ഏതായാലും നിലവിൽ സ്ഥിതി ശാന്തമാകുന്നു. പൂഞ്ചിലേക്ക് ആളുകൾ തിരിച്ചു വരികയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നുണ്ട്. ഒപ്പം ഭാരതത്തിൽ അതിർത്തി മേഖലകളിൽ സൈന്യത്തിൻ്റെ പ്രതിരോധ നിര തീർത്തും ശക്തമാണ് എന്ന് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും. കാരണം ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയെങ്കിൽ പോലും ഒരു തരത്തിലും ഭാരതത്തിൻ്റെ പ്രതിരോധ നിരയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും അതിർത്തി മേഖലകളിൽ സജ്ജമാണ്. ഇനിയുള്ള നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിൽ ഈ ധാരണകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ അതിന് അതിശക്തമായിട്ടുള്ള മറുപടി നൽകാൻ തന്നെയാണ് സൈന്യത്തിൻ്റെയും ഭാരതത്തിൻ്റെ ഭരണം.